ഇന്ന് നമ്മൾ എടുക്കുന്നത് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് ആ ഓപ്ഷൻസാണ് എടുക്കുന്നത്. അതായത് പർച്ചേസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ് വരുമ്പോൾ അത് ക്രെഡിറ്റ് നോട്ടിൽ, ഡെബിറ്റ് നോട്ടിൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്, എന്താണ് ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ എന്താണ് ഡെബിറ്റ് നോട്ട്, ഇതാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ എൻട്രി ചെയ്തിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഡിഫറൻസ്. ഇനി ഡെബിറ്റ് നോട്ട് എന്താണെന്ന് നോക്കാം. ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ആ ഗുഡ്സ് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും കാരണവശാൽ ആ ഗുഡ്സ് നമുക്ക് തന്ന പാർട്ടിക്ക് തന്നെ തിരിച്ച് കൊടുക്കുകയാണ്, റിട്ടേൺ ചെയ്യുകയാണ്. അങ്ങനെ വരുന്ന കേസിൽ അതായത് പർച്ചേസ് റിട്ടേൺ, അതാണ് നമ്മൾ ഡെബിറ്റ് നോട്ടിൽ എൻട്രി ചെയ്യുന്നത്. അന്നേരമാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് സൺട്രി ക്രെഡിറ്റേഴ്സിന് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ, അതായത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി പാസ് ചെയ്യാറുണ്ട്. പർച്ചേസ് എൻട്രിയാണ് പാസ് ചെയ്യുന്നത്. പർച്ചേസ് എന്നുള്ള വൗച്ചർ ടൈപ്പിൽ എൻട്രി പാസ് ചെയ്യാറുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കേസിൽ, അതായത് ഗുഡ്സ് ഡാമേജോ എന്തെങ്കിലും ഒരു കേസ് കൊണ്ട് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ് സെയിം പാർട്ടിക്ക് തന്നെ, നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് കുറച്ച് ഭാഗം നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ആ റിട്ടേൺ ആണ് പർച്ചേസ് റിട്ടേൺ. ആ പർച്ചേസ് റിട്ടേൺ നമുക്ക് ഡെബിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷനിൽ കാണിക്കാം. ഓക്കെ, അപ്പം ക്രെഡിറ്റ് നോട്ട് എന്തിലായിരിക്കും കാണിക്കുന്നത്? സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ ആയിരിക്കും നമ്മൾ ക്രെഡിറ്റ് നോട്ടിൽ കാണിക്കുന്നത്. അതായത് ഗുഡ്സ് നമ്മൾ സെല്ല് ചെയ്തു, വിറ്റു, ആ ഗുഡ്സ് നമുക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതിൽ കുറച്ച് ഭാഗം നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ പോലെ ഡാമേജോ എന്തെങ്കിലും കേസിൽ നമുക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആ റിട്ടേൺസ് നമുക്ക്, അത് സെയിൽസ് റിട്ടേൺ ആണ്, അത് നമുക്ക് എന്തിൽ എൻട്രി ചെയ്യാം? ക്രെഡിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷനിൽ എൻട്രി ചെയ്യാം. നമ്മളിപ്പോൾ ഈ കമ്പനിക്കകത്ത് ഒരു ട്രാൻസാക്ഷനും എൻട്രി ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമുക്ക് ഇതിൽ ഒരു പർച്ചേസ് എൻട്രി പിന്നെ ഒരു സെയിൽസ് എൻട്രി ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമുക്ക് പർച്ചേസ് എന്നുള്ള വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി അതാണ് ആക്റ്റീവായി നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൽ ചെയ്യുന്നത് ഇൻവോയ്സ് ഫോർമാറ്റിലാണ് എൻട്രി ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്രെഡിറ്റ്, ഡെബിറ്റ് ആ ഒരു ഫോർമാറ്റിലാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ നമ്മൾ ഇൻവോയ്സ് ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം 20 കൊടുത്തു. എൻട്രി ചെയ്യുക. അന്നേരം ഡേറ്റ് ചോദിക്കും. ഡേറ്റ് എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ പാർട്ടീസ് അക്കൗണ്ട് നെയിം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ക്യാഷ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റിൽ നിന്ന് ക്യാഷ് സെലക്ട് ചെയ്താൽ മതി. ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ട് സി കൊടുത്തിട്ട് പാർട്ടിയുടെ നെയിം ക്രിയേറ്റ് ചെയ്യുക. ലിസ്റ്റിലുള്ള പേരാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് പുതിയ കമ്പനി ആയതുകൊണ്ട് പാർട്ടി നെയിം ഒന്നുമില്ല, അക്കൗണ്ട്സ് ഒന്നുമില്ല, ലെഡ്ജേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ പാർട്ടി നെയിം കൊടുത്തു. അണ്ടർ ഏത് ഗ്രൂപ്പായിരിക്കും? സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു. എൻട്രി ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ അതർ റെഫറൻസ് ചോദിക്കുന്നുണ്ട്, സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. ഇനി പർച്ചേസ് ലെഡ്ജർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഓൾട്ട് സി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ്, ഇത് പർച്ചേസ് ട്രാൻസാക്ഷൻ ആണല്ലോ. പർച്ചേസസ് എൻട്രി ചെയ്യുക. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു. ആക്സെപ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ ഏത് ഐറ്റമാണ് പർച്ചേസ് ചെയ്യുന്നത് അതിവിടെ കാണിക്കുക. നെയിം ഓഫ് ഐറ്റം എന്നുള്ള പ്ലേസിൽ ഓൾട്ട് സി കൊടുക്കുക. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിലേക്ക് പോകും. ഇവിടെ നിന്നിട്ട് നമുക്ക് സ്റ്റോക്ക് ഐറ്റംസ് എന്താണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം LED ബൾബാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അണ്ടർ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ആ ഒരു പ്രോഡക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ട് സി കൊടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ യൂണിറ്റ് നമുക്ക് ഓൾട്ട് സി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പം നമ്പേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതവിടെ കൊടുത്തു. നമ്പേഴ്സിന് കൊടുത്തു. ആക്സെപ്റ്റ് ചെയ്തു. ഇവിടെയും ആക്സെപ്റ്റ് ചെയ്തു. ഇനി ക്വാണ്ടിറ്റി എത്രയാണെന്ന് പറയാം. എത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതിവിടെ കാണിക്കുക. റേറ്റ് ഇവിടെ കാണിക്കുക. ഒരു 150 കൊടുക്കാം. എൻട്രി ചെയ്തു. ഇനി വേറെ ഐറ്റം പർച്ചേസ് ചെയ്യുന്നുണ്ട് സെയിം പാർട്ടിയുടെ കയ്യിൽ നിന്ന്. സെയിം ബില്ലിൽ തന്നെ താഴോട്ട് നമുക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഒരു ഐറ്റമാണ് ചെയ്യുന്നത്. എൻട്രി ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഐറ്റം
പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് ഒരു സെയിൽസ് എൻട്രി കൂടി എൻട്രി ചെയ്ത് നോക്കാം. സെയിൽസ് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തു. ഇതിൽ നമ്മൾ റെഫറൻസിൽ നമ്പർ കൊടുത്തു, പിന്നെ ഡേറ്റ് കൊടുക്കുക. ഏത് ഡേറ്റിനാണോ നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത് ആ ഡേറ്റ് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏത് പാർട്ടിക്കാണോ നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത് അത് കാണിക്കാം. പിന്നെ ക്യാഷ് സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്താൽ മതി. ഞാനിപ്പം Alt C കൊടുത്തു. ഇവിടെ പാർട്ടിയുടെ പേര് കൊടുത്തു. ക്രെഡിറ്റ് സെയിൽസ് ആയതുകൊണ്ട് പാർട്ടിയുടെ പേര് കൊടുത്തു. സൺട്രി ഡെറ്റേഴ്സ്. ഇനി അക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ ഡെലിവറി നോട്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യാം. ഇനി സെയിൽസ് ലെഡ്ജർ. ഇവിടെ Alt C കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സെയിൽസിൻ്റെ സെയിൽസ് എന്ന് കൊടുത്തു, അണ്ടർ സെയിൽസ് അക്കൗണ്ട്. അതും അക്സെപ്റ്റ് ചെയ്തു. ഇനി ഏത് ഐറ്റമാണ് നമ്മൾ വിൽക്കുന്നത്? ആകെ ഒരു ഐറ്റമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ആ ഐറ്റം തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ല, ഓൾറെഡി ലിസ്റ്റിനകത്ത് ഉണ്ടാവും. സെലക്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഒരു 10 എണ്ണം വിൽക്കുന്നുണ്ട്. ഒരു 170 റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, സെയിൽസ് എൻട്രി ക്രിയേറ്റ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഓപ്ഷൻസ് ആണെന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ എൻട്രി ചെയ്ത എൻട്രീസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കാം. ഡിസ്പ്ലേ വഴി നമുക്ക് എൻട്രീസ് കാണാം. അത് കൂടാതെ നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. 40 നമ്പേഴ്സാണ് ക്ലോസിംഗ് ക്വാണ്ടിറ്റി കാണിക്കുന്നത്. എൻട്രി ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാം. ഇൻവേർഡ്സ് ക്വാണ്ടിറ്റി 50 നമ്പേഴ്സാണ്, ഔട്ട്വേർഡ്സ് 10 നമ്പേഴ്സാണ്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് വന്നിരിക്കുന്നത് 40 നമ്പേഴ്സാണ്. ഇനി നമുക്ക് റിട്ടേൺ വരികയാണ്. നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിൽ നിന്ന് ഒരു 5 എണ്ണം റിട്ടേൺ വരികയാണ്. ഡാമേജ്, ഇൻ കേസ് ഓഫ് ഡാമേജ് എന്തെങ്കിലും ആവട്ടെ, അത് റിട്ടേൺ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ ഇപ്പം ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് ഓപ്ഷൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല. ഇവിടെ നോക്കിയാൽ അറിയാം റൈറ്റ് സൈഡിൽ. ആ ഓപ്ഷൻ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സിൽ ഇവിടെ യൂസ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ട് ഓപ്ഷൻ ഇവിടെ യെസ് കൊടുക്കാം. യൂസ് ഇൻവോയ്സ് മോഡ് ഫോർ ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, അതുപോലെ ഡെബിറ്റ് നോട്ടിൻ്റെ ഇൻവോയ്സ് മോഡ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക. ഇനി അക്സെപ്റ്റ് ചെയ്യാം. അന്നേരം ഇവിടെ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് ഓപ്ഷൻ ആക്റ്റീവായി കിട്ടും. ഓക്കെ, ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട്. ഇനി ഞാൻ പർച്ചേസ് ചെയ്ത LED ബൾബിൽ നിന്ന് 5 എണ്ണം ഡാമേജ് ആയതുകൊണ്ട് ഏത് സപ്ലയറിൻ്റെ കയ്യിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ആണ് അത്. അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അന്നേരം ഡെബിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷനിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡെബിറ്റ് നോട്ട് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക. ഇനി ഏത് പാർട്ടിക്കാണോ നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് ആ പാർട്ടിയുടെ പേര് കൊടുക്കുക. ഇപ്പം DDR എന്നുള്ള പാർട്ടിക്കാണ് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്. പാർട്ടിയുടെ പേര് കൊടുത്തു. അതായത് സൺട്രി ക്രെഡിറ്ററാണ്. എൻട്രി ചെയ്യുക. ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ട്, ഓർഡർ ഡീറ്റെയിൽസ്, റെഫറൻസ് ഡീറ്റെയിലെല്ലാം ചോദിക്കുന്നുണ്ട്. അത് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇനി ലെഡ്ജർ ഏതാണെന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ എന്നുള്ള അക്കൗണ്ടിൽ തന്നെ നമുക്ക് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. പർച്ചേസ് റിട്ടേൺ ലെഡ്ജർ നെയിം കൊടുത്തു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിൽ കൊടുത്താൽ മാത്രമേ പർച്ചേസ് റിട്ടേൺ പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുകയുള്ളൂ. കുറച്ച് കാണിക്കണമല്ലോ. ഇനി അക്സെപ്റ്റ് ചെയ്യാം. ഇനി ഏത് ഐറ്റമാണ് നമ്മൾ
റിട്ടേൺ ചെയ്യുന്നത് ഐറ്റം എന്താണെന്ന് ഇവിടെ പറയാം. എത്ര ഐറ്റമാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് പറയുക, ക്വാണ്ടിറ്റി, റേറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ, മനസ്സിലായോ? ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ, പർച്ചേസ് റിട്ടേൺ ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുകയാണ് പാർട്ടിക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഫീച്ചേഴ്സിൽ ഡെബിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. അന്നേരം നമുക്കിവിടെ കൺട്രോൾ F9 എന്നുള്ള ആ ഒരു ഇതിൽ കിട്ടും. ആ ഒരു കീ കൊടുക്കുകയാണെങ്കിലും ഡെബിറ്റ് നോട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ദെൻ അതിൽ ഡീറ്റെയിൽ കൊടുക്കുക, ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. ഏത് ഇൻവോയ്സ് ആണോ, ഏത് ഇൻവോയ്സിനെ ബേസ് ചെയ്താണോ നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആ ഇൻവോയ്സിൻ്റെ നമ്പർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഏത് പാർട്ടിക്കാണോ റിട്ടേൺ വരുന്നത് പാർട്ടിയുടെ പേര് കൊടുക്കുക, ലെഡ്ജർ നെയിം കൊടുക്കുക. ലെഡ്ജർ നെയിം ഞാൻ പറഞ്ഞു പർച്ചേസ് റിട്ടേൺ ആയതുകൊണ്ട് പർച്ചേസ് റിട്ടേൺ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓൾട്ടർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഏത് ഐറ്റമാണോ റിട്ടേൺ ചെയ്യുന്നത് ഐറ്റം നെയിം കൊടുക്കുക, എത്ര ഐറ്റമാണോ ക്വാണ്ടിറ്റി അത് എൻട്രി ചെയ്ത് കൊടുക്കുക. ദെൻ ഈ എൻട്രി ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഡെബിറ്റ് നോട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് നോക്കാം. ക്രെഡിറ്റ് നോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സിൽ ക്രെഡിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൺട്രോൾ F8 കൊടുത്താൽ മതി. ക്രെഡിറ്റ് നോട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ക്രെഡിറ്റ് നോട്ട് വരുന്നത് നമ്മൾ വിറ്റ ഗുഡ്സ് നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നത്. അതായത് സെയിൽസ് റിട്ടേൺ ആണ് വിറ്റ ഗുഡ്സ് തിരിച്ചു വരുന്നത്. ക്രെഡിറ്റ് നോട്ട് ആക്ടിവേറ്റ് ചെയ്തു. ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ എന്താണെന്ന് കൊടുക്കാം. ഇനി ഡേറ്റ് കൊടുക്കുക. ഇനി ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ റിട്ടേൺ വരുന്നത് പാർട്ടിയുടെ നെയിം സെലക്ട് ചെയ്യുക. റെസീപ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. ഇനി ലെഡ്ജർ നെയിം കൊടുക്കാം. ഇവിടെ ഓൾട്ട് C കൊടുക്കുക. ലെഡ്ജർ നെയിം എന്തായിരിക്കും കൊടുക്കുക? സെയിൽസ് റിട്ടേൺ ആയിരിക്കും കൊടുക്കുക. സെയിൽസ് റിട്ടേൺ ടൈപ്പ് ചെയ്തു. അണ്ടർ സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ടിൽ നിന്നാണ് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്ത് കാണിക്കേണ്ടത്. ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് നെയിം ഓഫ് ഐറ്റം കൊടുക്കാം. ഏത് ഐറ്റമാണ് നമുക്ക് റിട്ടേൺ വരുന്നത് ഐറ്റം നെയിം കൊടുക്കാം. LED ബൾബ് കൊടുത്തു. എത്രയാണ് റിട്ടേൺ ചെയ്യുന്നത്? ഒരു 2 നമ്പേഴ്സാണ് റിട്ടേൺ ചെയ്യുന്നത്. റേറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇനി നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഐറ്റം മാത്രമാണ് റിട്ടേൺ വരുന്നത്. ഇതാണ് ക്രെഡിറ്റ് നോട്ട്, അതായത് സെയിൽസ് റിട്ടേൺ. നമ്മൾ വിറ്റ ഗുഡ്സ് തിരിച്ചു വരുമ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് നോട്ടിൽ എൻട്രി ചെയ്ത് കൊടുക്കാം. സെയിൽസ് റിട്ടേൺ ആണ്, അത് അക്കൗണ്ട് ചെയ്തോളും. ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇത് ഈ എൻട്രീസ് തന്നെ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു ഡബിൾ എൻട്രി ഫോർമാറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇൻവോയ്സ് ഫോർമാറ്റിൽ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഞാൻ ജേണൽ എൻട്രി ആയിട്ട് അതും ചെയ്തിട്ടുണ്ട്. സെയിൽസ് റിട്ടേണിൻ്റെ എൻട്രിയും അതുപോലെ പർച്ചേസ് റിട്ടേണിൻ്റെ എൻട്രിയും മുന്നേ ഇട്ട വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ അറിയാം ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് ക്ലോസിംഗ് ക്വാണ്ടിറ്റി ഉള്ളത്. 37 ആണുള്ളത്. വീണ്ടും എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്സ് ക്വാണ്ടിറ്റി എത്രയുണ്ട്, അതുപോലെ ഔട്ട്വേർഡ്സ് എത്രയുണ്ട്. നമ്മൾ 10 എണ്ണമാണ് ഓൾറെഡി വിറ്റത്, അതിൽ ഇപ്പം 8 എണ്ണമാണ് ഔട്ട്വേർഡ്സ് ഉള്ളത്. 2 എണ്ണം ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തു. ക്ലോസിംഗ് ക്വാണ്ടിറ്റി 37 നമ്പേഴ്സ്. വീണ്ടും എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി ഡീറ്റെയിൽസ് കിട്ടും. പർച്ചേസ് എൻട്രി കാണിക്കും. 50 നമ്പേഴ്സാണ് നമ്മൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തത്. സെയിൽസ് വന്നിട്ട് 10 നമ്പേഴ്സ്. ദെൻ ഡെബിറ്റ് നോട്ടിൽ 5 നമ്പേഴ്സ് ലെസ് ചെയ്തു. ക്രെഡിറ്റ് നോട്ട് 2 നമ്പേഴ്സ് ലെസ് ചെയ്തു. ഓക്കെ, വീണ്ടും എൻട്രി കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും എൻട്രി ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ എടുത്തു നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു നോക്കാം. ഡീറ്റെയിൽ ഫോർമാറ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ അറിയാം പർച്ചേസ് അക്കൗണ്ട്
എമൗണ്ട് വന്നിരിക്കുന്നത് 7,500. പർച്ചേസ് റിട്ടേൺ 750 ലെസ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഇതെടുത്ത് നോക്കിയത്. കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ ബാലൻസ് എത്രയാണ് കാണിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. ലയബിലിറ്റീസ് എത്രയുണ്ട്, അസറ്റ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എടുക്കാൻ പറഞ്ഞിട്ട്. ഇതും ഇൻവെൻട്രിയുടെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ, ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.